ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഉണക്ക കൊഞ്ച് മസാല റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ ഉണക്ക കൊഞ്ചെല്ലാം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം, ഒട്ടും വെള്ളമില്ലാതെ. ആയതിനു ശേഷം മാറ്റി വയ്ക്കുക. ഇനി ഒരു ചട്ടിയിൽ ഓയിൽ ചേർത്തതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർക്കാം. എന്നിട്ട് ഇതിലോട്ടൊരു 3 സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ജീരകവും ഒരു പച്ചമുളകും കൂടെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി വരണം. നല്ല ബ്രൗൺ നിറമാവുന്നവരെ വഴറ്റണം. നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ നോർമൽ മുളക് പൊടി നമുക്ക് ചേർക്കാം. എന്നിട്ട് അത് പച്ചമണം മാറുന്നവരെ വഴറ്റുക. ഇനി 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും വഴറ്റിയതിന് ശേഷം ഒരു 2 തക്കാളി നമുക്ക് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. അതും നന്നായിട്ട് മഷി പോലെ ഉടച്ചെടുക്കുക. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം നമുക്കത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് ഉടഞ്ഞി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഡ്രൈ റോസ്റ്റ് ചെയ്ത ഉണക്ക കൊഞ്ചിനെ നമുക്കിതിലോട്ട് ഇടാം. ഇതിൻ്റെ വാലും തലയൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നത്. ഇതിൽ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ഒഴിച്ച് അതിൻ്റെ വെള്ളം കൂടെ ഇതിൽ ചേർക്കാം. വെള്ളം മാത്രം ഇതിൽ ചേർത്താൽ മതിയാകും. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5-6 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും ഈ കൊഞ്ചൊക്കെ നന്നായിട്ട് കുക്കായി വരും. ഒരു 6 മിനിറ്റോടെ മതിയാവും ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ഇവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 6 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ചട്ടിയായതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക്